സാധിക്കുന്നു. അടുത്തതായി ക്രിസ്തുവിന്റെ ഉയിർപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയിർപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പ്രത്യാശ, നമുക്കും ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും. ഇന്നലെ 1-2 വാക്യങ്ങൾ വായിച്ചു വിടുകയുണ്ടായി. അതിലെ ഒന്ന് തെസ്സലോനിക്കർ 4:14 വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായിട്ട് തെസ്സലോനിക്കയിലുള്ള ദൈവസഭയ്ക്ക് എഴുതുകയാണ്. 1 തെസ്സലോനിക്കർ 4:14 വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അതൊരു ചോദ്യമാണ്. അതല്പം നിർത്തിപ്പറയേണ്ടതാണ്. യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയവരല്ലേ പറയാമോ? മരിച്ചു എന്ന് മാത്രമല്ല വിശ്വാസം, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുകൂടെ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം അപൂർണമായിട്ടല്ല, ഒരു പകുതിയല്ല, മുക്കാലല്ല, പൂർണ്ണമായും അത് വിശ്വസിക്കുന്നെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അതെന്താണ്? അതാണ് അടുത്തതായി പറയുന്നത്. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും ആ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് 2-3 വിഷയങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. 1-2 പദങ്ങൾ അതിനകത്ത് ചേർത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മ പ്രേരിതനായി പൗലോസ് അപ്പോസ്തലൻ ഇതെല്ലാം എഴുതുമ്പോൾ ഒന്നും വിട്ടുപോകാതെ ചേർക്കേണ്ടത് വളരെ വ്യക്തമായി ചേർക്കേണ്ട സ്ഥാനത്ത് ചേർത്തെഴുതിയിരിക്കുന്നു. അങ്ങനെ തന്നെ യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവർ, അതാ വിഷയം. അങ്ങനെ നിദ്ര കൊണ്ടവർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചതുപോലെ മരിച്ചവർ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? യേശുക്രിസ്തു മരിച്ചതുപോലെ അത് പഠിക്കുമ്പോഴാണ് പലപ്പോഴും ഞാൻ ഞെട്ടിപ്പോകാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് 40 ദിവസം ഉപവസിച്ച് ഉപവാസം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് പരീക്ഷകനായ സാത്താനെയാണ്. 3 ശക്തമായ പരീക്ഷകൾ തന്റെ നേരെ ഉണ്ടായി. ഒന്നിലും അടിപതറിപ്പോകാതെ ജയമെടുത്ത് 3.5 വർഷം ശക്തിയോടൊരു കൊടുങ്കാറ്റ് പോലെ ശുശ്രൂഷ ചെയ്ത് ഏറ്റവും ഒടുവിൽ ഗത്സമനയിൽ വെച്ച് പിടിക്കപ്പെട്ട് ഗത്സമന മുതൽ ഗൊൽഗോഥ വരെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട് ഏറ്റവും ഒടുവിൽ ക്രൂശിൽ ജീവനെ വെടിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജീവനെ വെടിഞ്ഞത്: പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചപ്പോൾ ആത്മാവിനെ പിതാവ് കരങ്ങളിലേറ്റു, അല്ലെങ്കിൽ ഭാരമേറ്റു. ആത്മാവിനെ ഭാരമേൽക്കുന്നതോടൊപ്പം ശരീരത്തിന്റെ ചുമതലയും ഏറ്റു. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. അങ്ങനെ മരിക്കുന്നവർ, അങ്ങനെ നിദ്ര കൊള്ളുന്നവർ, യേശുക്രിസ്തു നിദ്ര കൊണ്ടതുപോലെ നിദ്ര കൊള്ളുന്നവർ, പിതാവേ, ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനെ ഫലമേൽപ്പിക്കുവാൻ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മിൽ പലർക്കും ലഭിക്കുന്ന ആ ചാൻസ് നമ്മുടെ കർത്താവിന് ലഭിച്ചില്ല. ചുറ്റും കൂടി എന്ന് പാട്ടുപാടി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ചുറ്റും കൂടി നിന്ന് സ്തോത്രം ചെയ്ത ആത്മാവിനെ, പിതാവേ, ആത്മാവിനെ ഇതാ നിന്റെ ദാസന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. ഞാനും ചിലരുടെയൊക്കെ ആത്മാക്കളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മരിക്കാറാകുമ്പോൾ പലപ്പോഴും എനിക്ക് വിശ്വാസ വീട്ടിലേക്ക് പാസ്റ്റർ ഓടി വരണം, ഇപ്പോൾ അന്ത്യസമയമാണ്, പ്രാർത്ഥിച്ച ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ ഓടിച്ചെന്ന് പലരും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, എന്റെ കർത്താവിന് ക്രൂശിൽ കിടന്നപ്പോൾ ഇതുപോലെ വന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലാഞ്ഞുകൊണ്ട് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു. പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. കണ്ണ് തിരുമി അടച്ച് സ്തോത്രം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു പാട്ട് പോലും പാടുവാൻ ആരും ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതിരുന്നിട്ട് കൂടെ അവൻ പിറുപിറുപ്പ് കൂടാതെ സന്തോഷത്തോടെ പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ ഫലമേൽപ്പിച്ചു. അങ്ങനെ മരിക്കുന്നവർ, അങ്ങനെ നിദ്ര പ്രാപിക്കുന്നവർ
ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എങ്ങനെങ്കിലും മരിച്ചാൽ മതി. ചെല്ല് പറയുന്ന കേട്ടിട്ടുണ്ട്, എങ്ങനെയും അങ്ങ് കടന്നു പോയാൽ മതി. എങ്ങനെയും കടന്നു പോയിട്ട് ഒരു കഥയുമില്ല. എങ്ങനെയും പോയിട്ട് അർത്ഥമില്ല. മരിക്കേണ്ടതുപോലെ മരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കൊരു മരണം വേണം. എങ്ങനെയെങ്കിലും മരിക്കുകയല്ല, മരിക്കേണ്ട വിധത്തിൽ മരിക്കുവാൻ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് മുൻപ് മരിക്കേണ്ടതായി വരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും മരിക്കുകയല്ല, ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുവാനും അതോടൊപ്പം ശരീരത്തെ കൂടെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനും ഒരവസരം ലഭിച്ച് മരിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ICU യൂണിറ്റിൽ കിടന്നാൽ അകത്തോട്ട് ആരെയും കയറ്റിവിടത്തില്ല. തല തൊട്ട് പാദം വരെ കുഴലുകളായിരിക്കും. കുത്തിക്കയറ്റി ഊർദ്ധശ്വാസം വലിച്ച് അവിടെ കിടന്നുകൊണ്ട് അവസാനിക്കും. ചിലതാ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ മോർച്ചറി ഉണ്ട്, അങ്ങോട്ട് കയറ്റി വയ്ക്കും. അതിനുശേഷം 7 ദിവസം കഴിയുമ്പോൾ മക്കളെല്ലാം വന്നു ചേരണ്ടേ, എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് എടുത്തുകൊണ്ട് വരും. പിന്നെ ഒരു നല്ല അടക്കമായിരിക്കും കിട്ടുന്നത്. എല്ലാവരും സാക്ഷിയൊക്കെ പറഞ്ഞു, നല്ല പ്രസംഗവുമായിരുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ വരുമ്പോൾ ഈ നിന്റെ ദാസൻ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാണ് മണ്ണിട്ടതൊക്കെ. പക്ഷേ നാം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, 1-ാം പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നു, അങ്ങനെ നിദ്ര കൊണ്ടവർ. ദൈവത്തിന് സ്തോത്രം. അവിടെ എടുത്തു പറയുന്നത് അങ്ങനെ നിദ്ര കൊണ്ടവർ. വീണ്ടും വായിക്കാം ആ വാക്യം, 4-ന്റെ 14-ാം വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും എന്ന് പറയുമ്പോൾ അതിൽ 2 വിഷയമുണ്ട്. അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവർ, അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ. ഒന്നുകൂടെ വിശകലനം ചെയ്ത് വിശദമായി പഠിച്ചാൽ, അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ ദൈവം ക്രിസ്തു മൂലം തന്നോടുകൂടെ വരുത്തും. അപ്പൊ ഈ ഉയിർപ്പിക്കുക എന്നുള്ള പ്രവൃത്തി പിതാവായ ദൈവത്തിൻ്റെതാണ്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തു മൂലമായി നിദ്ര കൊണ്ടവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നോടുകൂടെ വരുത്തുമെന്നാൽ, യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എങ്കിൽ, അങ്ങനെ നിദ്ര കൊണ്ടവർക്ക് പിതാവായ ദൈവം ക്രിസ്തു മൂലം പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ ഒരു ശ്രേഷ്ഠമേറിയ ഉയിർപ്പ് പ്രദാനം ചെയ്യുവാൻ പോകുന്നു എന്ന് നമുക്ക് അന്ധമായി കണ്ണുമടച്ച് പൂർണ്ണമായും വിശ്വസിക്കാവുന്നു എന്ന് പറയാവുന്നതിന്റെ കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഉയിർപ്പിൻ പ്രത്യാശ, ആ ഉയിർപ്പിന്റെ വിശ്വാസം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ ദൈവസഭയ്ക്ക് ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പ്രത്യാശയും വിശ്വാസവും തിങ്ങി നിറഞ്ഞ് അങ്ങനെ കടന്നു പോകുവാൻ ഇടയാകട്ടെ. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. 5-ാം യുഗമായ സങ്കലന യുഗത്തിൽ പിൻപിൽ ഒരു ചാർട്ട് കെട്ടിയിട്ടുണ്ട്. യുഗങ്ങളായി തിരിക്കുന്ന, ബൈബിളിലെ സത്യങ്ങളെ യുഗങ്ങളായി തിരിക്കുന്ന ഒരു ചാർട്ടാണ്. അതിൽ യേശുക്രിസ്തുവിന്റെ മരണത്തെയും അതിന്റെ അടക്കം ചെയ്യപ്പെടലിനെയും പുനരുത്ഥാനത്തെയും ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് 5-ാം യുഗത്തിന്റെ ഒടുവിലാണ്, സങ്കലന യുഗത്തിന്റെ ഒടുവിൽ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്തേക്ക് പോയി പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു കൊടുത്ത്, പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്ന് ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു. 6-ാം യുഗമായ കൃപായുഗം. ഇനി അടുത്ത പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയിർപ്പ് ദൈവസഭയുടെ ഉയിർപ്പാണ്. അത് 6-ാം യുഗത്തിന്റെ അവസാനത്തിങ്കൽ. അതിനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആൺകുട്ടി എന്ന് പറയുന്നത്. ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ ഉയർപ്പ് കൃപായുഗത്തിന്റെ അവസാനത്തിങ്കൽ. ഇനി അതാണ് നടക്കുവാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ ഉയിർപ്പിന്റെ ചില വിശേഷതകളെ കുറിച്ച് നാം പഠിക്കാൻ പോവുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആ ഉയിർപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പോസ്തലനായ പൗലോസ്.
നമുക്കേവർക്കും സുപരിചിതമായ വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ ഉയിർപ്പിന്റെ സമയത്ത് 3 ശബ്ദങ്ങളുടെ സന്നാഹമുണ്ടായിരിക്കും, അകമ്പടി ഉണ്ടായിരിക്കും. മറ്റ് ഉയിർപ്പുകൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 7 ഉയിർപ്പുകൾ ഉണ്ടെന്ന്. അതിലൊന്ന് ക്രിസ്തു. അതുകൂടാതെ സകല മനുഷ്യരും, ഈ ലോകത്തിൽ ഇതിനു മുൻപ് ജനിച്ച് മരിച്ച് കടന്നുപോയവർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ, ഇനി ജനിക്കാനുള്ളവർ, എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയാൽ 6 നിരകളിലായി ഉയർത്തെഴുന്നേൽക്കണം. അതില് ഒന്നാമത്തേത് ദൈവത്തിന്റെ സഭയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ബാക്കിയുള്ള 5 നിരകൾക്കും ഇല്ലാത്ത ഒരു വിശേഷത, ദൈവസഭയുടെ അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ അവസാനത്തിങ്കൽ, 6-ാം യുഗത്തിന്റെ അവസാനത്തിങ്കൽ ദൈവസഭയിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ബാക്കിയുള്ള 5 ഗ്രൂപ്പുകൾക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകത ഈ ഉയിർപ്പിൽ അല്ലെങ്കിൽ ഈ പുനരുത്ഥാനത്തിൽ ഉണ്ട്. ബാക്കിയുള്ള 5 ഗ്രൂപ്പുകൾക്ക് എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഗ്രൂപ്പുകൾ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലം, മനുഷ്യരുടെ പുനരുത്ഥാനം, ഉയിർപ്പുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് ദൈവസഭ 6-ാം യുഗത്തിന്റെ അവസാനത്തിങ്കൽ, അനന്തരമായി സഭയിൽ നിന്ന് കൈവിടപ്പെട്ട് രക്തസാക്ഷികളായി മരിച്ച ഉപദ്രവകാല രക്തസാക്ഷികൾ, അനന്തരം ഹാനോക്കും ഏലിയാവും, അനന്തരമായി പഴയ നിയമകാല വിശുദ്ധന്മാരും പൊതുവായ രക്തസാക്ഷികളും, അതിനുശേഷം 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നീതിമാന്മാർ, ഏറ്റവും ഒടുവിൽ ദുഷ്ടന്മാർ അല്ലെങ്കിൽ സകല പാപികളും പിന്മാറ്റക്കാരും. ഈ 5 ഗ്രൂപ്പുകൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഈ ദൈവസഭയുടെ ഉയിർപ്പിനുണ്ട്. ബാക്കിയുള്ള ഗ്രൂപ്പുകൾക്കൊന്നും ലഭിക്കാത്ത, പ്രത്യേകിച്ച് നീതിമാന്മാരുടെ ബാക്കിയുള്ള ഉയിർപ്പുകളുടെ നിരയിൽ ഉയിർപ്പിക്കപ്പെടുന്ന ആർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേകത ഈ ഉയർത്തെഴുന്നേൽപ്പിനുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ഉയിർപ്പിനെ കുറിച്ച് ഏറ്റവും നല്ല ഉയിർപ്പ്, അതുകൊണ്ടാണ് പറയുന്നത്, ചിലർ ഏറ്റവും നല്ലൊരു ഉയിർപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. നീതിമാന്മാരുടെ ഉയിർപ്പ് ഇതിനെ ഏറ്റവും നല്ല ഉയിർപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നു. ബാക്കിയുള്ള ഉപദ്രവകാല രക്തസാക്ഷികൾക്കോ അല്ലെങ്കിൽ ഹാനോക്കും ഏലിയാവിനുമോ പഴയ നിയമകാല ഭക്തന്മാർക്കോ അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന് മുൻപാകെ വന്നു നിൽക്കുന്ന നീതിമാന്മാർക്കോ ലഭിക്കാത്തതായ ചില വിശേഷതകൾ ഈ ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവസഭയിൽ മരിച്ചവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും നല്ല ഉയിർപ്പ് എന്ന് പറയുന്നത്. ഉയിർപ്പുകളുടെ നിരയിൽ ഏറ്റവും നല്ല ഉയിർപ്പ്. എന്താണ് ഇതിലെ ഏറ്റവും നല്ല ഉയിർപ്പെന്ന് പറയുവാൻ കാരണം? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ് ഈ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. 3 ശബ്ദങ്ങൾ ആ സമയത്തുണ്ടായിരിക്കും. അതാണ് 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ വായിക്കുന്നത്. 1 കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, 2 പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, 3 ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൻ സമയത്ത് ഈ 3 ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും. 1 ഗംഭീരധ്വനി, യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗംഭീരധ്വനി. ആ ഗംഭീരധ്വനി ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കപ്പെട്ട സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ ശബ്ദം ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ അവരുടെ പഴയ നിലയിലേക്ക്, അവരുടെ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗംഭീരധ്വനിയാണ് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം. അതിനുദാഹരണമാണ് ലാസറിന്റെ ഉയർപ്പ്. ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നുകൊണ്ട് യേശുക്രിസ്തു ഇപ്രകാരം വിളിക്കുകയുണ്ടായി, ലാസറേ പുറത്തു വരിക എന്ന്. 3 ശബ്ദത്തിന്റെ ഉദ്ദേശം: 1 ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗംഭീരധ്വനി, 2
പ്രധാന ദൂതന്റെ ശബ്ദം യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ ചില ശക്തികളെ അതിജീവിച്ച്, അല്ലെങ്കിൽ ചില അന്ധകാര ശക്തികളെ കടന്നു വേണം ഇവർക്ക് പോകുവാൻ. കാരണം ഈ ലോകത്തിന്റെ ആകാശമണ്ഡലം ആകാശത്തിന്റെ അധിപതിയായ സാത്താന്റെ അധികാരത്തിന് കീഴിലാണ്. അതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആകാശത്തിന്റെ അധികാരത്തിനും എന്ന്. എഫേസ്യ ലേഖനം 6:14 വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. അപ്പോൾ ഈ 2 വാക്യങ്ങളിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുകയാണ്, ആകാശത്തിനൊരു അധികാരമുണ്ട്, അതിനൊരു അധികാരിയുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറയുമ്പോൾ അതിനെ 2ആയി തിരിച്ചു പഠിക്കാം. ഒന്ന്, ആത്മീകമായ സ്വർലോകങ്ങളിൽ അഥവാ ദൈവസഭയിൽ നിന്നായിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർലോകത്തിൽ ദൈവസഭയോട് പോരടിക്കുന്നതായ ദുഷ്ടാത്മസേന എന്ന് ഒരു ഭാഗത്ത് പഠിക്കാം. മറ്റൊരു വശത്ത് നാം ചിന്തിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള ഈ ആകാശമണ്ഡലത്തെ അടക്കി വാഴുന്ന ഒരു ദുഷ്ടാത്മസേനയുണ്ട്. ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ ഈ ദുഷ്ടാത്മസേനയുടെ മധ്യേ വഴിയൊരുക്കപ്പെടണം. ആ വഴിയൊരുക്കപ്പെടുവാനായിട്ടാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ഈ പ്രധാന ദൂതൻ എന്ന് പറയുന്നത് മീഖായേലാണ്. വേദപുസ്തകത്തിൽ ഏറെക്കുറെ 5 പ്രാവശ്യം മീഖായേലിനെ പ്രധാന ദൂതൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവൻ സർവ്വ സൈന്യാധിപനാണ്, സ്വർഗീയ സേനയുടെ ലീഡറാണ്. ഈ സ്വർഗീയ സേനയുടെ അധിപതിയായ മീഖായേലിന്റെ ശബ്ദമാണ് ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ വഴി ഒരുക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ദൈവത്തിന്റെ കാഹളം. ലോകത്തിന്റെ 4 ദിക്കുകളിലും 4 കോണുകളിലും ആയിരിക്കുന്ന വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുവാൻ ദൈവത്തിന്റെ കാഹളം. ഈ 3 ശബ്ദങ്ങൾ 3 പ്രവൃത്തി ചെയ്യുന്നു. ഒന്ന്, ഗംഭീരധ്വനി ഉയർപ്പിക്കുന്നു. പ്രധാന ദൂതന്റെ ശബ്ദം കടന്നു പോകുവാൻ പാതയൊരുക്കുന്നു. ദൈവത്തിന്റെ കാഹളം 4 ദിക്കിലുമുള്ള വിശുദ്ധന്മാരെ ഒരുമിച്ച് കർത്താവിന്റെ അടുക്കൽ കൂട്ടുന്നു. ഈ യേശുവിന്റെ മടങ്ങിവരവിൽ വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെടുമ്പോൾ ഈ 3 ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും. ഈ 3 ശബ്ദങ്ങൾ കേട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് എല്ലാവരുമല്ല. എല്ലാവരും ഈ ശബ്ദം കേൾക്കുകയില്ല. ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുമ്പോൾ ഈ ശബ്ദം എല്ലാവരും കേൾക്കുകയില്ല. ആരാണ് ഈ ശബ്ദം കേൾക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായിത്തീരുന്നു. എന്നാൽ ക്രിസ്തുവിൽ മരിച്ച ഒരുവൻ ഈ ശബ്ദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അവൻ മരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഈ ലോക ജീവിതം എപ്രകാരം അവസാനിക്കുന്നുവോ അതിന്റെ തുടർച്ചയായിരിക്കും മരണാനന്തരമുള്ള ജീവിതം. ഇല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ ഇവിടെ എങ്ങനെ അവസാനിക്കുന്നുവോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും അടുത്ത ജീവിതം. ആകയാൽ ഇവിടെ എപ്രകാരം അവസാനിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ആ ശബ്ദം കേട്ട് ഉയർപ്പിക്കപ്പെടണമെങ്കിൽ നാം ഇഹലോകത്തിലായിരിക്കും കാലത്ത് നമ്മുടെ ശരീരം, പ്രത്യേകിച്ച് നമ്മുടെ കാതുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകൾ യേശുക്രിസ്തുവിനെ വിശ്വാസ കണ്ണുകളാൽ കണ്ടും യേശുവിന്റെ ശബ്ദം കാതിലൂടെ ദിനംതോറും കേട്ടും പരിചയിച്ച കാതും പരിചയിച്ച കണ്ണും ആ യേശുവിന്റെ സാന്നിധ്യത്തെ, പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന്. എല്ലാവരും യേശുവിന്റെ ശബ്ദം കേൾക്കുന്നില്ല. കർത്താവ് പറയുകയാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിന്റെ ശബ്ദം ദിനംതോറും കേട്ട് 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 ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, അങ്ങനെ കേട്ടുകൊണ്ട് അവസാനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അന്ന് ഈ ശബ്ദത്തിങ്കൽ ഉണർന്നെഴുന്നേറ്റു വരാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇഹലോകത്തിലായിരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് കേട്ട് പരിചയിച്ച് നമ്മുടെ കാത് അതിനേറ്റ പരിചയത്തിൽ മരിക്കണം.
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ ശരീരം എവിടെ? യേശുവിന്റെ ശബ്ദം കേട്ട കാതെവിടെ? യേശുക്രിസ്തുവിനെ കണ്ട കണ്ണെവിടെ? അതെല്ലാം ദ്രവിച്ചു പോയില്ലേ? മണ്ണോട് മണ്ണ് ചേർന്നില്ലേ? അന്നൊരു കാതായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ യേശുവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും? ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു വ്യക്തി മരിക്കുമ്പോൾ അവനെ ശവക്കുഴിയിൽ കൊണ്ട് സംസ്കരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് മണ്ണ് ചേർന്നു എന്ന് പറഞ്ഞാൽ അത് അപ്രത്യക്ഷമാവുകയല്ല. ശരീരഭാഗങ്ങൾ പലതായി വിഭജിക്കപ്പെട്ട് കോശങ്ങളായി അല്ലെങ്കിൽ ക്രോമോസോമുകളായി വിഭജിക്കപ്പെട്ട് മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നു. വാസ്തവത്തിൽ കാത് അതേപോലെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ കണ്ണ് അതേപോലെ ഉണ്ട്, കൈ അതേപോലെ ഉണ്ട്, കാലുകളുണ്ട്. ശരീരത്തിലെ ഒരൊറ്റ സെല്ലുകൾ പോലും നഷ്ടപ്പെടത്തില്ല. പലതായി വിഭജിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കോശങ്ങൾ അതേപോലെ തന്നെ കിടക്കും. ഈ കാത് ദൈവശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കാത് ദൈവശബ്ദം കേട്ട് പരിചയിച്ച കാതാണെങ്കിൽ ഈ കാതിന്റെ ഓരോ ശബ്ദങ്ങൾക്കും ഓരോ കോശങ്ങൾക്കും നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലുകൾക്കും ആ ശബ്ദം കേട്ട് തിരിച്ചറിയുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് മണ്ണിൽ കൊണ്ടുപോയി വെച്ചാലും അത് ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേർന്നാലും ക്രോമോസോമുകളായി വിഭജിക്കപ്പെട്ടാലും മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രോമോസോമുകൾക്ക് യേശുവിന്റെ ശബ്ദം കേട്ട് പരിചയിച്ച ശരീരമാണെങ്കിൽ, യേശുവിന്റെ ശബ്ദം കേട്ട് പരിചയിച്ച കാതാണെങ്കിൽ, ആ ശബ്ദത്തെ അനുഭവിച്ച ശരീരമാണെങ്കിൽ, യേശുവിന്റെ ശബ്ദത്തിന് ഒരു വിശേഷതയുണ്ട്. ആ ശബ്ദം കാതിൽ പതിക്കുകയാണെങ്കിൽ അത് കാത് മാത്രമല്ല ഫീൽ ചെയ്യുന്നത്, ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ഫീൽ ചെയ്യും. ആ ശബ്ദത്തിന് അതിന്റെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ പാദം തൊട്ട് തള്ളവിരൽ തൊട്ട് തലമുടി വരെ ഓരോ സെല്ലുകളിലും ഈ ശബ്ദം ഫീൽ ചെയ്യും. യേശുവിന്റെ ശബ്ദത്തിന്റെ വിശേഷത അതാണ്. പലപ്പോഴും ദൈവശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ രോമാഞ്ചം കൊണ്ടിട്ടുണ്ട്. ഏതോ ഒന്ന് ശരീരത്തിന്റെ കോശങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ആ ദൈവശബ്ദത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. നമ്മുടെ കാത് മാത്രമല്ല ഈ ദൈവശബ്ദം കേൾക്കുന്നത്, നമ്മുടെ ഓരോ കോശങ്ങളും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ദിനം തോറും ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ കാതിൽ മുഴങ്ങുകയും ആ ശബ്ദത്തിന്റെ സാന്നിധ്യം, ആ ശബ്ദത്തിന്റെ ശക്തി, രൂപാന്തരപ്പെടുത്തുന്ന ശക്തി നമ്മുടെ ശരീരത്തിന്റെ ഓരോ അസ്ഥികളിലും ഓരോ മാംസപേശിയിലും ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ഇറങ്ങിച്ചെല്ലണം. അതുപോലെ ദൈവ ശബ്ദം കേൾക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ അവന്റെ വായിൽ നിന്ന് ആ ഗംഭീര ധ്വനി മുഴങ്ങുമ്പോൾ ഈ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരേ ശവക്കോട്ടയിൽ ഒരേപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച രണ്ട് തോമസുമാരെ അടക്കി. ഒരാള് ദൈവശബ്ദം കേട്ട് പരിചയിച്ച് ആ നിലവാരത്തിൽ അവസാനിച്ച തോമസാണ്. തൊട്ടടുത്ത് അടക്കിയാള് മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. വല്ലപ്പോഴും എന്ന് പറഞ്ഞ അണ്ടർ ദി മീറ്റിങ്ങിന് മാത്രം കടുവറക്കുന്നത് പോലെ രണ്ടന്യഭാഷ പറഞ്ഞ് അങ്ങനെ മരിച്ച് അവസാനിച്ച തോമസ് തൊട്ടിപ്പുറത്തുമുണ്ട്. രണ്ടുപേരെയും അടക്കി. യേശുക്രിസ്തു മടങ്ങി വന്നപ്പോൾ തോമസ് എന്ന് വിളിച്ചു. തെറ്റി ഉയർത്തെഴുന്നേൽക്കുകയല്ല കേട്ടോ, കറക്റ്റ് തോമസ് തന്നെ ഉയർക്കും. എന്താ അതിന്റെ കാരണമെന്ന് അറിയാമോ? ദിനംതോറും ദൈവശബ്ദം കേട്ട ദൈവശബ്ദത്തെ, ആ ദൈവശബ്ദത്തിന്റെ ശക്തിയെ, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും അനുഭവിച്ച് അത് കേട്ട്, കാത് മാത്രമല്ല കേട്ടത്, ഓരോ സെല്ലുകളും കേട്ട് 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 ജീവിച്ചതാണ്. അങ്ങനെ ജീവിച്ച് മരിച്ചതായ ആ തോമസും ജേക്കബും ആ സൈമനും എല്ലാം ഉയർത്തെഴുന്നേറ്റ്, ശബ്ദത്തിങ്കൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ആ ശബ്ദം കേൾക്കണമെങ്കിൽ ഇപ്പോൾ ആ ശബ്ദം കേട്ട് നാം ജീവിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അവന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഒരു പ്രധാന വിഷയമുണ്ട്, അവന്റെ ആടുകളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അവന്റെ ആടുകൾ ആയിരിക്കണം. ദൈവത്തിന്റെ ജനത്തിനും ക്രിസ്തുവിനും തമ്മിലുള്ള ആ ശ്രേഷ്ഠമേറിയ ബന്ധമത അവന്റെ ആടുകളാണെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിത
on